ഞാൻ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി വേറെ ഏതെങ്കിലും ഒരു രാജ്യമോ ഇങ്ങനെ ഒരു പുസ്തകോത്സവം നടത്തുന്നുണ്ടോ എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. കഴിഞ്ഞ വർഷം മുതൽ ചിൽഡ്രൻസ് ബുക്ക് ഫെയറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഒരു പുസ്തകം വായിക്കുക എന്നതിനേക്കാൾ ഉപരി, അതായത് നമ്മളെ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ്, ഒരു കുട്ടിയുടെ ലേണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി പലതരത്തിലുള്ള ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിൽ നിന്നും ഇവിടെ കുട്ടികളെ എത്തിക്കുകയും ഇവിടെയുള്ള എല്ലാ ആക്ടിവിറ്റീസ് ഏരിയയിൽ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു പുസ്തകം ഒരു വ്യക്തിനെ മോൾഡ് ചെയ്യും, ഒരു കുട്ടീനെ മോൾഡ് ചെയ്യും എന്നൊക്കെ നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകോത്സവം സംഘടിപ്പിക്കുക, ഒരു സ്റ്റാള്, ഒരു എക്സ്പോ സെൻറ്റർ മുഴുവൻ കുട്ടികൾക്ക് വേണ്ടി ക്രിയേറ്റിവിറ്റി ഏരിയ അടക്കമാക്കി മുന്നോട്ട് കൊണ്ടുവരുന്നത് കാണുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാത്തമായ മാതൃകയാണ് ഷാർജ ഭരണാധികാരി കാണിക്കുന്നത്. പൊതുവേ ചിൽഡ്രൻസ് ബുക്ക് ഫെയറിൽ മലയാളി പബ്ലിഷേഴ്സ് കുറവാണ് വരാറുള്ളത്. കാരണം അധികം ഇംഗ്ലീഷ് പബ്ലിഷേഴ്സാണ് വരിക. മൊത്തം ഇവിടെയുള്ള ആളുകൾ, പിന്നെ കുട്ടികൾ പൊതുവേ ഇംഗ്ലീഷ് വായിക്കുന്നു എന്നുള്ളത് കൊണ്ടും മലയാളം പുസ്തകങ്ങൾക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഇവിടെ ഉണ്ടാവാറില്ല. ഞങ്ങൾ മലയാളം കുട്ടിക്കഥകൾ ഉൾപ്പെടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇപ്രാവശ്യം ഫെസ്റ്റിന് വന്നിരിക്കുന്നത്. മലയാളവും ഇംഗ്ലീഷും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികളൊന്നും, അല്ലെങ്കിൽ സ്കൂളുണ്ടെങ്കിൽ രാവിലെ ഒരു മുഴുവൻ കുട്ടികളുടെയും ഒരു ഗ്യാങ് തന്നെ ഇവിടെ ഉണ്ടാവാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം കുട്ടികൾ വായിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇവിടെയുള്ള കുട്ടികൾ നന്നായിട്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ്. ഏറ്റവും സെൽഫ് ഡെവലപ്മെൻ്റ് ആയിട്ട് വരുന്ന പുസ്തകങ്ങളാണ് ഏറ്റവും കൂടുതൽ അവർ വായിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇക്കിഗായി പോലെയുള്ള പുസ്തകങ്ങളൊക്കെ അന്വേഷിച്ച് വരുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഒരു ജീവിതത്തെ മോൾഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ എത്രത്തോളം ഒരു വ്യക്തിയെ ഒരു പുസ്തകം വായിച്ചിട്ട് മാറ്റുന്നു എന്ന രീതിയിൽ വായിക്കാൻ കുട്ടികൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ പഴയ വായനയും ഇപ്പോഴത്തെ കുട്ടികളുടെ വായനയും തമ്മിലുള്ള വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് എല്ലാം നമ്മുടെ കയ്യെത്തും തുമ്പത്താണ് എന്ന് നമ്മൾ പറയാറുണ്ട്. വായന മരിച്ചു എന്നും പുസ്തകങ്ങൾ ഇല്ലാതാവുന്നു എന്നും പറയുന്ന ഇടത്തു നിന്നാണ് പുസ്തകങ്ങൾക്ക് അത്രയും പ്രയോറിറ്റിയിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ കുട്ടികൾ പുസ്തകം എഴുതുകയും അതിവിടെ പ്രകാശനം ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാട്ടിൽ പോലും അത്തരത്തിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം വായിക്കുന്ന ആളുകൾ, പുസ്തകം കയ്യിലെടുത്ത് വായിക്കുന്ന ആളുകൾ, പുസ്തകം കയ്യിൽ എടുത്ത് വായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ എന്നും പുസ്തകം തന്നെ വായിക്കും. അത് ഏത് ഓൺലൈനിൽ എന്തുണ്ടായാലും പുസ്തകത്തെ ഇഷ്ടപ്പെടുന്നവർ എന്നും പുസ്തകത്തോടൊപ്പം തന്നെ ഉണ്ടാവും. അത് കുട്ടികളിൽ വളർത്തിയെടുക്കുന്ന പാരൻസിന് വലിയ ഉത്തരവാദിത്തമുണ്ട്, അധ്യാപകർക്ക് ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് നമ്മൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഡ്രോയിങ് ടൈപ്പ് ഓഫ് ബുക്സ് ഒക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പല ടൈപ്പും ബുക്കുകൾ വായിക്കുന്നുണ്ട് കുട്ടികൾ. ഏജ് കാറ്റഗറി അനുസരിച്ചിട്ടാണ്. +1 +2 മുതലുള്ള കുട്ടികൾ കുറച്ചും കൂടി നോ ഫിക്ഷൻസും ലവ് ഫിക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. ബാക്കിയുള്ള ചെറിയ കുട്ടികളാണെങ്കിൽ ചെറിയ കുഞ്ഞു കഥകൾ, അതൊക്കെ ആ വായനയുടെ പാറ്റേണൊക്കെ പണ്ടത്തെ പോലെ തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പം അങ്ങനെ കളിക്കുടുക്കയും മറ്റും വായിക്കുന്ന കുട്ടികളൊന്നും ഇപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോവിഡിന് മുമ്പ് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഗെയിമിൽ വല്ലാതെ അഡിക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടായിരുന്നു. കോവിഡ് എന്ന് പറയുന്നത് നമ്മളെ ശരിക്കും പറഞ്ഞാൽ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് എല്ലാവരെയും ഒന്ന് സ്റ്റക്കാക്കിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ സമയത്ത് കുട്ടികളെയും കുടുംബത്തെയും ശ്രദ്ധിക്കാൻ മാതാപിതാക്കൾക്കും എല്ലാവർക്കും സമയം ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം വായനയിലേക്ക് സമൂഹം തിരിച്ചു വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കോവിഡിൻ്റെ സമയത്ത് പുസ്തകങ്ങൾ വാങ്ങിയ ഇഷ്ടം പോലെയാണ്. കേരളത്തിലൊക്കെ ഓൺലൈൻ വഴി പുസ്തകങ്ങൾ ഒരുപാട് വിൽപ്പന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോവിഡിന് ശേഷമുള്ള ഒരു സമൂഹം ഗെയിമിൽ കളിക്കുന്നതിൽ കുറച്ചൊരു കുറവും വന്നിട്ടുണ്ട്, വായനയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പല ന്യൂസ് ചാനലുകളും നമ്മൾ കാണാറുണ്ട് വീഡിയോ ഗെയിം ഉപയോഗിച്ച് സൂയിസൈഡ് ചെയ്ത കുട്ടികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പം അതും ഗണ്യമായ ആ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വായനയുടെ സ്വാധീനം കൊണ്ട് തന്നെ ആയിരിക്കും. ഇത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം പലതരത്തിലുള്ള പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ലജ്ജാവതി എന്ന് പറയുന്ന പാട്ട് എഴുതിയതും അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള മെലഡീസ് എഴുതിയിട്ടുള്ളതും അദ്ദേഹം തന്നെയാണ്. അപ്പം ആ പാട്ടുകളൊക്കെ വരുന്ന സമയത്ത് ഒരു വിലയിരുത്തൽ അദ്ദേഹത്തെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട്. ജാസി ഗിഫ്റ്റ് പാടിയതുകൊണ്ട് ആ പാട്ടിൻ്റെ ട്യൂണിനെ കുറിച്ചും അങ്ങനെ പലതരത്തിലുള്ള അർത്ഥങ്ങളെക്കുറിച്ചൊക്കെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ എങ്ങനെ വന്നു, ആ വരികൾ എങ്ങനെ എഴുതപ്പെട്ടു എന്ന് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ജീവിതമാണ് ഈ പുസ്തകം എന്നുള്ളത് കൊണ്ട് ഒരു പുസ്തകം ഞാൻ ഈ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വണ്ണാത്തിപ്പുഴയോരത്ത് എന്ന് പറയുന്ന പുസ്തകം പരിചയപ്പെടുത്തും. ഒരു വ്യക്തിയെ അറിയുക, ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാവുക എന്നൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാ പുസ്തകങ്ങളും ഒരുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്.
പിന്നെ നമുക്ക് തീസിസ് എന്ന് പറയുന്ന പുസ്തകം ഇവിടുത്തെ തന്നെ എഴുത്തുകാരിയുടെ പുസ്തകമാണ്. ഷെമീനെ എല്ലാ വായനക്കാർക്കും അറിയാം. അവരുടെ ജീവിതം തന്നെ നമ്മൾ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ളൊരു പുസ്തകമാണ്. ഇതിൻ്റെ മുന്നേ തന്നെ അവർ എഴുതിയിട്ടുള്ള പല പുസ്തകങ്ങൾ, അവരുടെ ആത്മകഥ അടക്കമുള്ള തരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെ വായനക്കാർ ഏറെ വായിച്ചതുമാണ്. അപ്പോൾ അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കഥകളാണിത്. അതുപോലെ തന്നെയാണ് ഇന്ദുമേനോൻ എഴുതിയിട്ടുള്ള ശക്തയായ സ്ത്രീ എഴുത്തുകാരിയാണ്. അപ്പോൾ അവരുടെയും ലൈഫാണ് ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത്. അവർ സ്വന്തം എന്താ പറയുക, സ്വയം പര്യാപ്തമായി നിൽക്കാൻ സാധിക്കുമ്പോഴാണ് അവർ ശക്തയാവുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തുറന്നു പറച്ചിലുകൾ പലപ്പോഴും മാധവിക്കുട്ടി പണ്ട് നോവൽ എഴുതിയപ്പോൾ മാധവിക്കുട്ടീൻ്റെ വീടിന് നേരെ കല്ലെറിഞ്ഞ് വരെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് അതിന് ധൈര്യം കാണിച്ച ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരി. ആണുങ്ങൾക്ക് എന്ത് എഴുതാമെന്നും പെണ്ണുങ്ങൾക്ക് എഴുതുന്നതിൽ ഒരു റെസ്ട്രിക്ഷൻസ് സമൂഹത്തിൽ പണ്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സ്ത്രീ എഴുതുമ്പോൾ അതിനെ പല രീതിയിൽ നോക്കി കാണുന്ന ആളുകളുണ്ട്. സ്ത്രീകൾ എഴുതുമ്പോൾ മാത്രമല്ല ഇക്കിളിയുള്ളത്, പുരുഷന്മാർ എഴുതുന്ന സാധനങ്ങൾക്കും ഇക്കിളിപ്പെടുത്തുന്ന സാധനങ്ങളുണ്ട്. പക്ഷേ നമ്മളത് സ്ത്രീകൾ അവളെന്തുകൊണ്ട് അങ്ങനെ ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ എഴുതുന്നു എന്ന് പറഞ്ഞ് വിമർശിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ അത് പുരുഷന്മാർ എഴുതുമ്പോൾ അതിൻ്റെ എല്ലാ ആസ്വാദനവും വായനക്കാർ പുരുഷന്മാർക്ക് കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം മാത്രമായിട്ട് എനിക്ക് തോന്നുള്ളൂ. പുരുഷന്മാർ എഴുതുന്നത് പോലെ തന്നെ എന്തും എഴുതാനുള്ള സ്വാതന്ത്ര്യം ഒരു എഴുത്തുകാരിക്കുണ്ട്. അപ്പം അത് സ്ത്രീകൾ എഴുതുമ്പം അങ്ങനെ വളച്ചൊടിക്കുന്നു എന്നേ തോന്നിയിട്ടുള്ളൂ. ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ഇന്ദുമേനോൻ എന്ന് പറയുന്ന എഴുത്തുകാരിയാണെങ്കിലും അവർ വളരെ സ്വതന്ത്രമായി എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ്. അവർക്ക് ഇപ്പോഴും എന്താ പറയുക, സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നളിനി ജമീലയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവരെഴുതിയതിനും അവർ തുറന്ന് സംസാരിച്ചതിനും എപ്പോഴും ഇന്നും അവരെ കല്ലെറിയുന്ന ആൾക്കാരില്ലേ? അത് സൊസൈറ്റിയിലേക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് കല്ലെറിയുന്ന ആൾക്കാരില്ലേ? നളിനി ജമീലയുടെ ഒരു പുസ്തകം എടുത്ത് സ്വന്തം കുട്ടിക്ക് വായിക്കുമെന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ധൈര്യമോ അല്ലെങ്കിൽ ചങ്കൂറ്റമോ ഒരു സൊസൈറ്റിയിലുള്ള ആളുകൾക്ക് ഇന്നും ഉണ്ടായിട്ടില്ല. ഒരു സ്ത്രീ അനുഭവിച്ച കാര്യങ്ങൾ അവർ തുറന്നു പറയുമ്പോൾ അത് കേൾക്കാൻ ഇൻ്റർവ്യൂവിൻ്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകണം എന്ന് പറയുന്ന സമൂഹം തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. അവരനുഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കൂ എന്ന് പറഞ്ഞൊരു കുട്ടിയെ അവിടെ ഇരുത്താനുള്ള ധൈര്യമുള്ള ഒരു സൊസൈറ്റി ഇന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് സ്റ്റാളുകളും പുസ്തകങ്ങളും ഉണ്ട്. പുസ്തകത്തിൽ നിന്ന് കുട്ടികൾക്ക് വായിക്കേണ്ടത് വായിച്ചെടുക്കാനുള്ളതുണ്ട്. അതൊക്കെ സത്യമാണെങ്കിലും ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഏരിയകളുണ്ട്. പല തരത്തിലുള്ള ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ ഇന്നലെയാണ് ഇത് സ്റ്റാർട്ടായത്. ഇവിടെ ഒരു ഫാഷൻ ആൻഡ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ കുട്ടികൾ വന്നിട്ട് അവർക്ക് പറ്റുന്നത് പോലെ മേക്കിംഗ് ആണ്. അവർ ഏഞ്ചൽസിനെ ഉണ്ടാക്കുന്നു. പിന്നെ എന്താ പറയുക, അതുപോലെ തന്നെ ഓരോ കുട്ടികൾക്ക് ഏത് മേഖലയിലാണോ ഇൻട്രസ്റ്റ് ആ മേഖലയിൽ അവർക്ക് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അത് അവരുടെ അഭിരുചിക്ക് അനുസരിച്ച് ക്രിയേറ്റിവിറ്റി ചെയ്യാനുള്ളൊരവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ പലപ്പോഴും ഇവിടെ കഴിഞ്ഞ ഫെസ്റ്റിന് വന്നപ്പോഴും മലയാളി കുട്ടികളെ ഒന്നും ആരും ഇവിടെ കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെയുള്ള ആളുകൾ വരികയും ഈ ആക്ടിവിറ്റീസിൽ മുഴുവൻ പങ്കെടുക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ വിചാരിക്കും ഇവിടെയുള്ള ഒരുപാട് മലയാളികളുണ്ട്, അവരുടെ മക്കളൊക്കെ ഇവിടെ പഠിക്കുന്ന ആളുകളാണ്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് പുസ്തകങ്ങൾ വാങ്ങുക എന്നതിനേക്കാൾ അപ്പുറം ഇവിടെയുള്ള ഓരോ സ്റ്റാളുകളിലും ഓരോ ക്രിയേറ്റിവിറ്റി വർക്ക് സ്പേസിൽ കയറിയിട്ട് അവർ കുട്ടികളെ എൻഗേജ്ഡ് ആക്കുകയും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇതൊക്കെ നമുക്ക് വേറെ എവിടെയും അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ നാട്ടിലൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഒരു പുസ്തകോത്സവം ഉണ്ടെങ്കിൽ കുട്ടികളെ പോലും പങ്കെടുപ്പിക്കാതെയാണ് ഒരു പുസ്തകോത്സവമൊക്കെ നടത്താറുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. ഷാർജ ഭരണാധികാരി ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ വലിയ പങ്ക് ഈ പുസ്തകോത്സവം വഴി വഹിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മലയാളികളായിട്ടുള്ള പ്രിയപ്പെട്ട ആളുകൾ, നിങ്ങളുടെ മക്കൾ ഇവിടെ പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. ഇവിടെയുള്ള ഓരോ സ്റ്റാളുകളിലും ഓരോ വർക്ക് സ്പേസിലും നിങ്ങളുടെ കുട്ടികളുടെ ആ ഏരിയ ഏത് അഭിരുചിയാണോ അതിനനുസരിച്ച് യൂസ് ചെയ്യാൻ ശ്രമിക്കണമെന്നാണ് പറയാനുള്ളത്. അത് ഉറപ്പായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് മാറ്റം വരുത്തും. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത് എന്താ പറയുക, ഫാഷൻ ആൻഡ് ട്രെൻഡ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ ഉണ്ട്. ആ മേഖലയിലാണ് കുട്ടികൾക്ക് താല്പര്യമെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ പലതരത്തിലുള്ള ഫാഷൻ ഡിസൈനിങ് പോലെയുള്ള പല ആക്ടിവിറ്റീസും ചെയ്യാനുള്ള അവസരങ്ങൾ അവിടെ ഉണ്ട്. കൾച്ചറൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ തന്നെയുണ്ട്. സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലേക്ക് ഉള്ളതുപോലെ പ്രകൃതി ഭംഗിയൊക്കെ ശരിക്കും പാറക്കെട്ടുകൾ വരെ വെച്ച് അവർ അതിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുക്കിംഗ് ഏരിയ ഉണ്ട്. കുക്കിംഗ് ഏരിയയിൽ എനിക്ക് തോന്നുന്നു കുട്ടികളെ കൊണ്ട് ഓരോ രീതിയിൽ അവർക്ക് എന്താണോ അത്തരത്തിലുള്ള പാചകത്തിൽ ഇഷ്ടമുള്ള കുട്ടികളെ കൊണ്ട് അത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ
എനിക്ക് കമ്പ്യൂട്ടർ നോളജ് ഉള്ള കുട്ടികൾക്ക് അത്തരത്തിൽ അസംബിൾ ചെയ്യാനടക്കമുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. സത്യത്തിൽ ഞാൻ മുഴുവനായിട്ട് കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. കണ്ടിടത്തോളം ഇത്രയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് ഇവിടുന്ന് തിരഞ്ഞെടുക്കാനും അതിൽ പങ്കെടുക്കാനും സാധിക്കുമെന്ന് ഉറപ്പാണ്. അപ്പം ഒരു 2-3 ദിവസമൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിലുള്ള അഭിരുചി എന്താണെന്ന് തിരിച്ചറിയാനും അത് ആ കുട്ടിയുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി മാറുമെന്നും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട പാരൻസിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ കുട്ടികളുമായിട്ട് ഇവിടെ വരിക, എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ മാക്സിമം ശ്രമിക്കുക.